അങ്ങനെ ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദിയും അക്രമിയായ ഭരണാധികാരിയുമായ ട്രംപ് ഞങ്ങൾ അമേരിക്ക എന്തിനാണ് ഇറാനോട് യുദ്ധം ചെയ്യുന്നതെന്നും അതിന് പിന്നിലുള്ള തങ്ങളുടെ താല്പര്യവും ലക്ഷ്യവും ഉദ്ദേശവും എന്താണെന്നുള്ള നയം കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. ട്രംപിൻ്റെ ആ നയം നമ്മുടെ നാട്ടിലെ സംഘികളെയും കൃസംഘികളെയും യുക്തിവാദികളെന്ന ലേബലിൽ ഒളിച്ചിരിക്കുന്ന ഒറിജിനൽ തീവ്രവാദികളായ മുസ്ലിം വിരുദ്ധരെയും ഏറെ നിരാശപ്പെടുത്തുന്ന ഒന്നാണ്. എന്തായിരുന്നു ട്രംപ് ഇന്നലെ നടത്തിയ വെളിപ്പെടുത്തൽ? സത്യം പറയാമല്ലോ, എൻ്റെ ലക്ഷ്യം ഇറാനിലെ എണ്ണയാണ്. ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമാക്കി തന്നെയാണ് യുദ്ധവുമായി ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ അമേരിക്കയിലുള്ള ചില ആളുകൾ അതിനെ വിഡ്ഢിത്തം എന്ന് വിമർശിക്കുന്നത് ഞാൻ കണ്ടു. എന്തിനാണ് അങ്ങനെ വിമർശിക്കുന്നത്? അങ്ങനെ വിമർശിക്കുന്നവരാണ് വിഡ്ഢികൾ. ഏതായാലും ഇറാൻ്റെ എണ്ണ ലക്ഷ്യമാക്കിയുള്ള എൻ്റെ യുദ്ധം ഞാൻ തുടരുകയാണ് എന്നാണ് ട്രംപ് ഇന്നലെ പരസ്യമായി പറഞ്ഞത്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സംഘികളും കൃസംഘികളും അഭിനവ യുക്തിവാദികളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ ഇറാനിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, മതത്തിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന സ്വാതന്ത്ര്യമില്ലായ്മ, ആ രീതിയിൽ അവിടെ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ ഭരണത്തെ അട്ടിമറിച്ച് അവിടെ ഹിജാബും പർദ്ദയും ധരിച്ച് മതത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നവർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലല്ല ട്രംപും കൂട്ടരും യുദ്ധമെന്ന പേരിൽ ഇറാനിലേക്ക് ഇറങ്ങിയത്. മറിച്ച് ഒരു ബിസിനസ്സുകാരനും ഒന്നാം നമ്പർ തീവ്രവാദിയുമായ ട്രംപ് അറേബ്യൻ രാജ്യങ്ങളിലെ അമൂല്യമായ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് യുദ്ധമെന്ന പേരിൽ എല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് എന്നാണ് അയാൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയൊരു കാര്യം, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ, എൻ്റെ ജില്ലയായ കൊല്ലം ജില്ലയിൽ നീണ്ടകര എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ രീതിയിലുള്ള ഇന്ധന ലഭ്യതയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നൊരു വാർത്ത വന്നിരുന്നു. ഏതെങ്കിലും കാലത്ത് അത് സത്യമാവുകയാണെങ്കിൽ അവിടെ നടക്കുന്ന ഖനനത്തിലൂടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വലിയ രീതിയിൽ അവിടുന്ന് നമുക്ക് സംസ്കരിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുന്നൊരു ഘട്ടം വന്നാൽ, ഭാവിയിൽ അതിലേക്ക് കണ്ണുവെച്ചുകൊണ്ട് അമേരിക്ക വന്നാൽ, ഇന്ന് ഇറാനിലെ ഖാർക്ക് ദ്വീപ് പിടിച്ചെടുക്കാൻ വരുന്നത് പോലെ ഒരുപക്ഷെ നാളെ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ നീണ്ടകര എന്ന് പറയുന്ന ഏരിയ അമേരിക്ക പിടിച്ചെടുക്കാൻ വന്നാൽ, ഇന്ന് നമ്മുടെ നാട്ടിൽ ട്രംപിൻ്റെ ആസനം നക്കാൻ പോലും ഒരു മടിയുമില്ലാത്ത സംഘി കൃസംഘി അഭിനവ യുക്തിവാദികളുടെ നിലപാട് അന്ന് എന്തായിരിക്കും? അതുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നതിന് പിന്നിൽ തൻ്റെ താല്പര്യം എന്താണെന്ന് തീവ്രവാദിയും അക്രമകാരിയുമായ ട്രംപ് എന്ന ഭരണാധികാരി തുറന്നു പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മുതൽ ഇറാനിലെ സ്ത്രീകളുടെ തട്ടം, ഹിജാബ്, പർദ്ദ, ശുദ്ധവായു, സ്വാതന്ത്ര്യം തുടങ്ങിയ കമൻറ്റുകളുമായി ഇതുവഴി വരേണ്ടതില്ല എന്ന് സംഘി കൃസംഘി അഭിനവ യുക്തിവാദി കൂട്ടങ്ങളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തും.